ഇത് മലപ്പുറം ഇളയൂറുകാരൻ അബൂട്ടിക്ക. ഓമശ്ശേരിയിൽ വന്ന് കച്ചവടം തുടങ്ങിയിട്ട് 45 വർഷമായി. ആദ്യകാലത്ത് ഓമശ്ശേരി ചന്തയിലായിരുന്നു അബൂട്ടിക്കായുടെ വെജിറ്റബിൾ കച്ചവടം. പിന്നെ നല്ല കടമുറിയിലേക്ക് മാറി ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട്. അബൂട്ടിക്കായുടെ ഈ കടയുമായി ബന്ധപ്പെട്ട് 25ഓളം തൊഴിലാളികൾ ദിനേന വർക്ക് ചെയ്യുന്നുണ്ട്. 10ഓളം സ്ഥിരം സ്റ്റാഫ് തന്നെ കടയിലുണ്ട്. അതിന് പുറമെ ഈ പോട്ടർമാരും അതുപോലെ തന്നെ 3-4ഓളം ഓട്ടോറിക്ഷകൾക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ഓട്ടമുണ്ട്. അതുപോലെ തന്നെ ജയരാജേട്ടനെ പോലുള്ള ആളുകൾ ഇവിടുത്തെ സ്റ്റാഫാണ്. അദ്ദേഹത്തിൻ്റെ കാലിനൊക്കെ വയ്യാതായിട്ട് ഒരുപാട് കാലമായി, എന്നാലും സ്ഥിരമായിട്ട് ഇവിടെ പണിയുണ്ട്. അതിരാവിലെ കടയിലേക്ക് എത്തിയാൽ ഒരു ചന്തയുടെ തിരക്ക് തന്നെയാണ് ഇവിടെ. ലോഡ് കയറ്റാൻ വന്നവരും ലോഡ് ഇറക്കാൻ വന്നവരും അതുപോലെ തന്നെ ഹോൾസെയിൽ സാധനം കൊണ്ടുപോകാൻ വന്നവരുമായിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് ഒരു വ്യത്യസ്ത കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത്. ഓമശ്ശേരിയിൽ വന്ന് 41 വർഷമായിട്ട് പച്ചക്കറി കച്ചവടം നടത്തുന്നത്. എത്ര 45 കൊല്ലമായില്ല, 45 കൊല്ലമായി ഓമശ്ശേരിയിൽ വന്നിട്ട് പച്ചക്കറി കച്ചവടം അബൂട്ടിക്ക കാവന്നൂര് ചെങ്ങര എളയൂർ സ്വദേശിയാണ്. ആദ്യം ചന്തയിലല്ലേ ഞാൻ വന്ന് ചന്തയിൽ ഞാൻ ആദ്യം ഉണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് മാറി ഇപ്പൊ ഇവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും അബൂട്ടിക്ക കച്ചവടം ചെയ്യുന്നത്. ഓമശ്ശേരിക്കാരുടെ കൂടെ നിന്നിട്ട് 45 വർഷമായി. അബൂട്ടിക്ക എങ്ങനെ പറയാനുള്ളതിനെ കുറിച്ച്? ബന്ധങ്ങളുണ്ട് ഈ നാട്ടുകാരുമായിട്ട്. ചെറുപ്പത്തില് പാപ്പാന്റെ കാലത്ത് തന്നെ ചെറുപ്പത്തിലുള്ള ആളാണ് അബൂട്ടിക്ക. 5-6 വയസ്സായപ്പോ ആളാണ് ചന്തയില് എന്റെ വല്യാപ്പ അപ്പൂക്ക അന്നത്തെ കാലത്ത്. എന്താണ് അബൂട്ടിക്കാനെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ളത്? അബൂട്ടിക്ക 45 കൊല്ലമായാലും അവിടെ സർവീസ് നടത്തണം ഓമശ്ശേരി. എന്താണ് അബൂട്ടിക്കാനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം? പല ഉപകാരിയാണ്, എല്ലാവരെയും സഹായിക്കും, വില കുറച്ച് വിൽക്കും. ഉറപ്പ്. അത് പ്രത്യേകം പറയാം. അത് ഉണ്ടായത് കൊണ്ടാണല്ലോ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. നല്ലോണുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചതാ, ഈ പച്ചക്കറികൾ എല്ലാം ഫ്രഷാണ്. അതിലുപരി അബൂട്ടിക്കാന്റെ ഒരു പ്രത്യേക ഒരു 10 റുപ്യന്റെ ഒരു കിറ്റാണ്. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇത് ഒരു സ്ഥലത്തും കാണാത്തൊരു സംഭവമാണ്. ആൾക്കാർക്ക് വന്നാൽ ഒരു ആവശ്യത്തിനുള്ള ഒരു കിറ്റ് 10 റുപ്യക്ക. അതെന്തെങ്കിലും ചെറിയ ടച്ചോ അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു വാട്ട അങ്ങനത്തെ ചെറിയ എന്തെങ്കിലും തകരാറ് വന്നാൽ അബൂട്ടിക്ക അത് മാറ്റിയിട്ട് 10 റുപ്യന്റെ കിറ്റ് ആക്കിയിട്ട് ആൾക്കാർക്ക് ഇവിടെ എടുത്തു വെക്കും. ഇത് എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നത്. പല സ്ഥലത്തുനിന്നും വന്നിട്ട് ഇത് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, 10ന്റെ കിറ്റാ പോണത് കണ്ടില്ലേ? അബൂട്ടിക്ക ശരിക്കും ഒരു ഓമശ്ശേരിക്കാരനായി മാറിയിട്ടുണ്ട്. ഇവിടെ എന്ത് അമ്പലത്തിന്റെയും പള്ളിന്റെയും അതുപോലെ തന്നെ ചർച്ചിന്റെ ഒക്കെ പരിപാടി ഉണ്ടെങ്കിൽ അബൂട്ടിക്കാനെ വിളിക്കും. എന്ത് കല്യാണം ഉണ്ടെങ്കിൽ പോലും